നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണലൂർ ആനക്കാട് പൊതുശ്മശാന റോഡ് തകർന്നു. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. ജനവാസ കേന്ദ്രത്തിൽ ഭീഷണിയായി ഭീമൻ കടന്നൽക്കൂട്. എടമുട്ടം ബീച്ച് റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെ ചെവിയിൽ ചെമ്പരത്തിപ്പൂ വെച്ച കോൺഗ്രസ് പ്രതിഷേധം. വാർത്തകൾ വിശദമായി. മണലൂർ ഗ്രാമപഞ്ചായത്തിലെ ആനക്കാട് പൊതുശ്മശാനം റോഡ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി. 4-5 വാർഡുകളിലൂടെ കടന്നുപോകുന്ന പ്രധാന വഴിയാണ് നാളുകളായി കുണ്ടും കുഴിയുമായി കിടക്കുന്നത്. നിരവധി വീട്ടുകാരുടെ ഏക ആശ്രയമാണ് ഈ റോഡ്. പൊതുശ്മശാനത്തിലേക്ക് മൃതദേഹവുമായി എത്തുന്ന വാഹനങ്ങൾ ഏറെ പാടുപെട്ടാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. കാൽനട പോലും സാധ്യമാകാത്ത തരത്തിൽ പരിതാപകരമാണ് റോഡിലെ അവസ്ഥ. നിരവധി പേർക്കാണ് റോഡിലെ കുഴിയിൽ വീണ് പരിക്കേറ്റത്. കുടിവെള്ള പദ്ധതിക്കായി റോഡ് പൊളിച്ചത് പൂർവ്വസ്ഥിതിയിലാക്കാത്തതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണം. സമീപത്തെ അന്തിക്കാട്, ചാഴൂർ പഞ്ചായത്തുകളിൽ പൊതുശ്മശാനം ഇല്ലാത്തതിനാൽ കൂടുതൽ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. കൂടാതെ മണലൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് മാലിന്യം തരംതിരിക്കുന്ന കേന്ദ്രവും പൊതുശ്മശാനത്തിനടുത്താണ്. ഇവിടേക്ക് നിരവധി വാഹനങ്ങളാണ് ദിനം പ്രതി എത്തുന്നത്. മാലിന്യം മൊത്തത്തിൽ സംഭരിച്ചു കൊണ്ടുപോകുന്ന വലിയ വാഹനങ്ങൾ ഏറെ പണിപ്പെട്ടാണ് ഈ റോഡിലൂടെ പോകുന്നത്. പഞ്ചായത്ത് അധികൃതരെയും ജനപ്രതിനിധികളെയും പലതവണ വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അടിയന്തരമായി റോഡ് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് വരുമെന്നും പരിസരവാസികൾ പറഞ്ഞു. 2-3 മാസങ്ങൾക്ക് മുന്നേ കലക്ടർ ഓർഡർ പ്രകാരമാണ് ഈ പൈപ്പ് ലൈൻ പൊളിച്ചതെന്ന് ഇവിടെ പറഞ്ഞത്. ഇവിടുത്തെ മണ്ണ് മുഴുവൻ ആറ്റത്ത മണ്ടിത്തറയുടെ അവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട്. ഈ റോഡ് പൊളിച്ച മണ്ണ് മുഴുവൻ. ഇത് കോൺട്രാക്ടർ എന്താ ചെയ്യണമെന്ന് നമുക്കറിയില്ല. ഇവിടെ ഈ ജാതിയിൽ കുണ്ടും കുഴിയായിട്ട് ജനങ്ങൾ വീഴലും കാലൊടിയലും. എൻ്റെ ഭർത്താവ് 2 പ്രാവശ്യം വീണു, 2 ചെരുപ്പ് പൊട്ടി. എന്നിട്ട് ഞാൻ മെമ്പർമാരോട് വിളിച്ച് പറഞ്ഞു, 2 വാർഡിൻ്റെ മെമ്പർമാരാണ് ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് പരിസ്ഥിതിൻ്റെ എന്തോ ഒരു 10,000 രൂപയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഈ വലിയ ബോളർ പോലത്തെ കല്ലുകൾ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ഉപദ്രവമായ കാര്യങ്ങളാണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു വണ്ടി, ഒരു ഓട്ടോറിക്ഷ കാഞ്ഞാണി സെൻറ്ററിൽ നിന്ന് വിളിച്ചാൽ വരില്ല. 30 രൂപയ്ക്ക് പോണ വഴി ഞങ്ങൾ 100 രൂപ കൊടുത്ത് പോകേണ്ട അവസ്ഥയിൽ ഇന്ന് ഇവിടെ നിലനിൽക്കുന്നത്. ഞാനിത് ഒരുപാട് ആൾക്കാരോട് പറഞ്ഞു, എന്താ ഇതിന് പോകാൻ വഴിയെന്ന്. വാർഡ് മെമ്പർമാരെ വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് പഞ്ചായത്തിൽ മീറ്റിംഗ് കൂടിയിട്ട് അവർ തീരുമാനിക്കട്ടെ എന്നാ. ഈ കലക്ടർ ഇനി ഓർഡർ ഇട്ടാലേ ഇത് നടക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ മരിച്ചാൽ പോലും ഒരു വണ്ടി വരാൻ പറ്റില്ല. ശ്മശാനം, ശ്മശാനം, ആ പൊതു ശ്മശാനത്തിലേക്ക് പോണ വഴിന് ഈ ജാതി വൃത്തികേടാക്കിയിട്ടുള്ളത്. ഇത് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ അനാസ്ഥയല്ലേ? മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇതിലെ പോണില്ലേ? ഈ പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ് ഇത്. പൊതു ശ്മശാനം, ക്രിമിറ്റോറിയം, ഇതിലേക്ക് പോണ എത്രയോ ബോഡി സംസ്കരിക്കാൻ കൊണ്ടുവരണം. ആ വഴിയാണ് ഇത്രയും വേദനാജനകമായി കാണുന്നത്. ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടും ദുരിതവും ഒരാൾക്കും അറിയില്ല. 2 വാർഡിൻ്റെ നടുവിൽ കൂടെ പോണ റോഡാണിത്. 4-ാം വാർഡും 5-ാം വാർഡും. ആ നടുവിലുള്ള റോഡ് ഇത്ര വൃത്തികേടായിട്ട് ഇട്ടാൽ ഇനി എത്ര കൊല്ലം കഴിഞ്ഞിട്ട് ഇതിട്ട് അറിയും ഇവിടുത്തെ ജനം. ഞാനിത് പല പ്രാവശ്യം പറഞ്ഞു, ഇവിടെ ആരും പ്രതികരിക്കാനില്ല എന്നാണ് പറഞ്ഞത്. പ്രതികരിക്കുന്നവരെ ആർക്കും ഒട്ടും ഇഷ്ടമില്ല. മണലൂർ ആനക്കാട് പരിസരത്തെ വലിയ കടന്നൽക്കൂട് നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു. മണലൂർ 5-ാം വാർഡിലെ തട്ടിൽ മണ്ടി ഇഗ്നേഷ്യസിന്റെ വീടിന് സമീപത്തെ പ്ലാവിന്മേലാണ് ഭീമൻ കടന്നൽക്കൂടുള്ളത്. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ യാത്ര ചെയ്യുന്ന റോഡിനരികെയാണ് കടന്നൽക്കൂട് അപകടകരമായ രീതിയിൽ നിൽക്കുന്നത്. ജനവാസ കേന്ദ്രത്തിൽ നിൽക്കുന്ന കടന്നൽക്കൂടിന്റെ അപകടാവസ്ഥ മണലൂർ പഞ്ചായത്ത് അധികൃതരെ ബോധ്യപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും എടുത്തിട്ടില്ല. കനത്ത കാറ്റിലും മഴയിലും പക്ഷികൾ ഇടിച്ചും കൂടെ ഇളകിയാൽ കടന്നലുകൾ കൂട്ടത്തോടെ ആക്രമിക്കുമെന്ന ഭീതിയിലാണ് സമീപവാസികൾ കഴിയുന്നത്. മണലൂർ പഞ്ചായത്തിലെ ആനക്കാട്ടിലെ, അതായത് 5-ാം വാർഡിലെ ഒരു താമസക്കാരനാണ്. ഇവിടെ വലിയൊരു കടന്നല് ഒരു പ്ലാവുമ്മ ഉണ്ടായിരിക്കുകയാണ്. അത് കുറച്ച് നാളായിട്ട് അത് ചെറുതായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ മഴക്കാലം മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് പോയിട്ടില്ല. അത് വീണ്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ
താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴി കടന്നു പോകുന്ന സ്ഥലമാണ്. അപ്പോൾ വളരെയധികം സ്കൂൾ കുട്ടികൾ ബസ് കയറാൻ പോകുന്നതും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ട്യൂഷൻ സെൻ്ററിലേക്ക് ഒരുപാട് 10-20 കുട്ടികൾ വരുന്നതാണ്. അതിന് പുറമെ കുറേ ആളുകൾ ആ പ്ലാവിൻ്റെ താഴെ തൊട്ട് വഴികളും കൂടിയുള്ളതാണ്. അപ്പോൾ അതിൽ ആൾക്കാർ കടന്നു പോവുകയും ഇതിന് പലതരത്തിലാകുമ്പോൾ വിറകുകളോ മറ്റ് സാധനങ്ങളൊക്കെ വീഴുമ്പോൾ അത് ചുറ്റും പറന്ന പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുന്നത്. അത് തുടർന്നും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാവരും രീതിയിലാണ് പഞ്ചായത്തിൽ അറിയിച്ചിട്ടുണ്ട്, മെമ്പർ അറിയിച്ചു. എന്നിട്ട് കൂടുതലായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. മറ്റ് അപകടങ്ങൾക്ക് മുന്നേ എന്തെങ്കിലും ഇതിനൊരു നിവൃത്തി ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ്. കുറച്ചുനാൾ മുൻപ് ഈ പ്രദേശത്തിന് സമീപത്തെ മാങ്ങാട്ടുകരയിൽ വീടിന് മുകളിലെ ടാങ്ക് വൃത്തിയാക്കാനെത്തിയ വിദ്യാർത്ഥി കടന്നലുകളുടെ ആക്രമണത്തെ തുടർന്ന് മരിച്ചിരുന്നു. നാളുകൾ വൈകും തോറും കൂട് വലുതായിക്കൊണ്ടിരിക്കുന്നതിനാൽ അധികൃതർ ഇടപെട്ട് ഉടൻ നടപടിയെടുക്കണമെന്നാണ് പരിസരവാസികളുടെ ആവശ്യം. എടമുട്ടം ബീച്ച് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെച്ചുകൊണ്ട് പ്രതിഷേധം. കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിമ്പ്രം കാപ്പിരിക്കാവ് ക്ഷേത്രത്തിന് സമീപത്താണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. നിരവധി സമരങ്ങൾ നടത്തിയിട്ടും അധികാരികളുടെ കണ്ണു തുറക്കുന്നില്ല. റോഡിലൂടെ സഞ്ചരിക്കുന്നവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അധികാരികൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് വ്യത്യസ്ത പ്രതിഷേധം നടത്തിയത്. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ അധ്യക്ഷനായി. തൈലം നൽകിയും ട്രോഫികൾ നൽകിയും മുൻപ് കോൺഗ്രസ് സമരം ചെയ്തിരുന്നു. DCC വൈസ് പ്രസിഡന്റ് TU ഉദയൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി MM ഇക്ബാൽ, സുമേഷ് പാനാട്ടിൽ, ANG ജെയ്ക്കോ മാസ്റ്റർ, ഷെരീഫ് മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ അജ്മൽ ഷെരീഫ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിൽ കരിപ്പായിൽ, CV വികാസ്, ഡേവിസ് വാഴപ്പള്ളി, സജിത്രൻ തയ്യിൽ, UR രാഗേഷ്, ജിതേഷ് സോമൻ, അജ്മൽ കരയാമുട്ടം എന്നിവർ സംസാരിച്ചു. ഇവിടെ സഞ്ചരിക്കുന്ന ആളുകളുടെ മനസ്സിലാക്കേണ്ടത് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായുള്ള ജനങ്ങൾ ചെമ്പരത്തിപ്പൂ വെക്കേണ്ട ഗതികേടിലേക്ക് വലപ്പാട് പഞ്ചായത്തിന്റെ ഭരണസമിതി എത്തിച്ചിരിക്കുകയാണ്. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസേരയിൽ AC-യിലിരിക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇതിലൂടെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. കഴിമ്പ്രം സ്കൂളിലേക്ക് സ്കൂൾ കുട്ടികൾ എല്ലാ ദിവസവും നടന്നു പോകുന്ന വഴിയാണ് ഇത്. അതുപോലെ തന്നെ കഴിമ്പ്രം സ്വപ്നതീരം ബീച്ചിലേക്ക് ആളുകൾ പോകുന്ന വഴിയാണ്. എടമുട്ടം അമ്പലത്തിലേക്കും അതുപോലെ തന്നെ ഇവിടുത്തെ പള്ളികളിലേക്കും ആളുകൾ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് എടമുട്ടം ബീച്ച് റോഡ് എന്ന് പറയുന്നത്. എടമുട്ടം സർവീസ് സഹകരണ ബാങ്കിലേക്ക് ആളുകൾ വരുന്ന റോഡാണ്. എന്നാൽ ഈ റോഡിലേക്ക് ആളുകൾ വരുമ്പോൾ നടക്കുവാൻ പോലും കഴിയാതെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കി ജനങ്ങളെ ചെമ്പരത്തിപ്പൂ വെക്കേണ്ട ഗതികേടിലേക്ക് ഈ ഭരണകൂടം എത്തിച്ചിരിക്കുകയാണ്. നാട്ടിക നിയോജക മണ്ഡലം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ ബീച്ച് പോസ്റ്റ് ഓഫീസ് സെന്ററിൽ സ്ഥാപിച്ച LED ലൈറ്റിംഗ് സിസ്റ്റം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് രജനി ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KK സന്തോഷ്, റസീന ഖാലിദ്, സിന്ധിൽ കുമാർ എന്നിവർ സംസാരിച്ചു. പ്രധാന സെന്ററായ നാട്ടിക ബീച്ച് പോസ്റ്റ് ഓഫീസ് പരിസരം നിരവധി കടകളും സ്ഥാപനങ്ങളുമുള്ള മേഖലയാണ്. 3 ഗ്രാമപഞ്ചായത്ത് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന ജംഗ്ഷനുമാണ്. ഇവിടുത്തെ രാത്രികാലത്തെ വെളിച്ചക്കുറവ് പരിഹരിക്കണമെന്ന ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമാണ് ഇതോടെ സഫലമായത്. വലപ്പാട് സെയിന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. കുടിയേറ്റ കർമ്മം വികാരി ഫാദർ ജെൻസ് തട്ടിൽ നിർവഹിച്ചു. കൈക്കാരന്മാരായ ANG ജെയ്ക്കോ, ഫെന്നി ഫ്രാൻസിസ്, ഷാജി ചാലിശ്ശേരി, ഭാരവാഹികളായ KL ആന്റണി, KT വിൻസെന്റ്, AB ഫ്രാൻസിസ്, TP ജോസ്, ER ജോസഫ്സ്, CI ജോസ്, ജോൺസൺ C ആന്റണി, CA ഔസേബ് എന്നിവർ നേതൃത്വം നൽകി. ജൂലൈ 14 ഞായറാഴ്ചയാണ് തിരുനാൾ. AYF മണ്ണൂർ മണ്ഡലം ശില്പശാല വാടനപ്പള്ളിയിൽ വെച്ച് നടന്നു. ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് CK രമേശ് അധ്യക്ഷനായി. CPI സംസ്ഥാന കമ്മിറ്റി അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, CPI മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ്, സാജൻ മുടവങ്ങാട്ടിൽ, AB ബിജീഷ്, CB സുനിൽകുമാർ, ബിജിത ഗിരീഷ്, CV സന്ദീപ്, സജീഷ് വാലപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. നാട്ടിക ബീച്ച് ഗ്രാമീണ ഗ്രന്ഥശാലയുടെയും സർദാർ കലാവേദിയുടെയും നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന വായന പക്ഷാചരണത്തിന്റെ സമാപനവും IV ദാസ് അനുസ്മരണവും നടന്നു.
ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം പി.വി. ദിലീപ് കുമാർ അധ്യക്ഷനായി. ഗ്രന്ഥശാലയിലെ മികച്ച വായനക്കാരനായ പി.കെ. തിലകനെ ഗ്രന്ഥശാലയുടെ മുൻ സെക്രട്ടറി ബി.എം. പ്രേംലാലിന്റെ ഓർമ്മയ്ക്കായുള്ള ഉപഹാരം നൽകി അനുമോദിച്ചു. ഗ്രന്ഥശാല എക്സിക്യൂട്ടീവ് അംഗം ടി.കെ. ഹരിദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗീത ദിലീപ്, കെ. നസീമ, അപർണ, യു.കെ. ഗോപാലൻ, ഷാരി ജിഷാന്ത്, വി.ബി. രാജേഷ്, ബിന്ദു ഉണ്ണി, എൻ.കെ. വിജയകുമാർ എന്നിവർ സംസാരിച്ചു. ഇതിൽ നമുക്ക് മികച്ച വായനക്കാരെ വിദ്യാർത്ഥികളെ കിട്ടിയില്ല, യുവാക്കളെ കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മക്കളുടെ വായന എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ഖേദകരമാണ്. വായനയിൽ നിന്നും മക്കൾ പിന്മാറുന്നു അല്ലെങ്കിൽ യുവതലമുറ പിന്മാറുന്നു എന്നത് ഒരു സാമൂഹിക മൂല്യച്യുതിയുടെ ഭാഗം തന്നെയാണെന്ന് വേണം അതിനെ പറയാൻ. വായനയാണല്ലോ എല്ലാം, മനുഷ്യനെ വളർത്തുന്നതും എല്ലാം വായനയാണ്. SC/ST ഫെഡറേഷൻ തളിക്കുളം പഞ്ചായത്ത് സമ്മേളനം നടന്നു. ഫെഡറേഷൻ ജില്ലാ ചെയർപേഴ്സൺ അജിത നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കള്ളമാണ് പരാതിയാണെന്നും ഈ ഫെഡറേഷനെതിരെ വരുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നുള്ള ഒരു വാർണിംഗ് ആയിരുന്നു അവരെ ആ പരാതിയിൽ നിന്ന് പിന്മാറാനുണ്ടായതാണ് സമീപകാലത്ത് നമ്മൾക്ക് പ്രവർത്തനത്തിൽ മനസ്സിലാവും. ഈ അടുത്ത ദിവസം തന്നെ കുട്ടികളെ ഹാജരാക്കി പട്ടികജാതി വികസന ഓഫീസിൽ മൊഴിയെടുക്കാൻ കൊണ്ടുപോയപ്പോൾ തളിക്കുളം വ്യാപാരി ഭവനിൽ നടന്ന സമ്മേളനത്തിൽ A.K. ജീവനാഥൻ അധ്യക്ഷനായി. SC/ST ഫണ്ടും ജനപ്രതിനിധികളും നമ്മുടെ കടമകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഭീം മിഷൻ സംസ്ഥാന ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് സജി കെ ചേരമൻ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി നിഷ രാജേഷ്, KC സജീവൻ, TR കേശവൻ, NA അഭയൻ, AP ഉദയകുമാർ, PR ധർമ്മരാജ് എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ ഡോക്ടർ അംബേദ്കർ നവീകരണ കോളനി പദ്ധതി പ്രകാരം 1 കോടി രൂപ മുൻ MLA വഴി അനുവദിച്ചിട്ടുള്ളതാണ്. പട്ടികജാതി കുടുംബങ്ങളുടെ സാമൂഹ്യപരമായ പുരോഗതി ലക്ഷ്യമാക്കിയ പദ്ധതി മറ്റു വിഭാഗങ്ങൾക്കും റോഡ് വികസനം മുതലായ പദ്ധതി കൂടി ഉൾപ്പെടുത്തി അവിഹിതമായി ഫണ്ട് ചെലവഴിച്ചതിൽ അഴിമതിയും ചില വ്യക്തി താൽപര്യങ്ങളും നടന്നിട്ടുണ്ടെന്ന് ഫെഡറേഷൻ കുറ്റപ്പെടുത്തി. പട്ടികജാതി വിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നവർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും സമ്മേളനം ഏകകണ്ഠേന ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് ഭാരവാഹികളായി ഉദയൻ കടവത്തിനെ ചെയർമാനായും വാസു തൂമാട്ട് വൈസ് ചെയർമാനായും രേഖ മനോജ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. 14-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. താന്യം ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് ADS പൊതുയോഗവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. വാർഡ് മെമ്പർ സനിത സജൻ ഉദ്ഘാടനം ചെയ്തു. CDS മെമ്പർ ബിന്ദു മനോജ് അധ്യക്ഷയായി. ചടങ്ങിൽ SSLC +2 ഫുൾ A+ നേടിയവരെയും കരാട്ടെ വിവിധ മത്സരങ്ങളിൽ ഗോൾഡ് മെഡൽ നേടിയ കുട്ടികളെയും ആദരിച്ചു. ADS സെക്രട്ടറി റിൻഷ ജനേഷ്, യമുന രാജു, ഇന്ദ്രജ P. വേണു, ധനലക്ഷ്മി എന്നിവർ സംസാരിച്ചു. പരിസര ശുചിത്വത്തിൽ ആരോഗ്യത്തിൻ കാര്യത്തിലും നമുക്കെല്ലാം ബോധമായ കാലം വന്നല്ലോ. ഇടവേള. അർച്ചന സിൽക്സിൽ തകർപ്പൻ ആടി സെയിൽ. വിചിത്ര പ്ലെയിൻ സിൽക്ക് സാരി 195 രൂപ മാത്രം. ബ്ലൂമിംഗ് പ്ലെയിൻ സാരി 350 രൂപ മാത്രം. ചുരിദാർ മെറ്റീരിയൽ 245 രൂപ. റയോൺ 3-പീസ് സെറ്റ് 345 രൂപ. കോട്ടൺ നൈറ്റികൾ 99 മുതൽ. ടോപ്പുകൾ 100 രൂപ. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 155 രൂപ മുതൽ. ജഗിങ്സ് 89 രൂപ മുതൽ. അജ്രക് കോട്ടൺ ടോപ്പുകൾ 250 രൂപ. ഗാർഡൻ ഷിഫോൺ സാരികൾ 195 രൂപ. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. അർച്ചന സിൽക്സിൽ ആടി തള്ളുപടി. ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ, ഓണം കെങ്കേമമാക്കൂ. തീരദേശത്തിന്റെ വസ്ത്രവിസ്മയം അർച്ചന സിൽക്സിൽ ആടി പെരുമഴ. മികവുറ്റ സ്റ്റാഫുകളുടെ ഹൃദ്യമായ സേവനം. പർച്ചേസ് ചെയ്യൂ അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ ആടി സെയിലിലൂടെ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കെയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കെയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ.
ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബികോം ഫിനാൻസ്, ബികോം കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള ബികോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ ബികോം ടാക്സേഷൻ, ബികോം കോഓപ്പറേഷൻ, ബികോം ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ അഭിനന്ദനം 2024 പെരിങ്ങോട്ടുകര ജാനകി കോംപ്ലക്സിൽ നടത്തി. താനീം പഞ്ചായത്തിലെ 18 വാർഡുകളിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ സ്കൂളുകളെയും MBBS നേടിയ വിദ്യാർത്ഥികളെയും നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും അനുമോദിച്ചു. പ്രാദേശിക പത്രപ്രവർത്തകരായ സായു തൃപ്രയാർ, ഷാജു കാരമുക്ക്, മണികണ്ഠൻ കുറുപ്പത്ത്, EC അനിൽ, സുബ്രൻ അന്തിക്കാട്, അഭിഷേക്, അരുൺ ശശി, റിജു കണക്കന്തര എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാൻ ഡോക്ടർ വിഷ്ണു നെഹ്റു സ്റ്റഡി സെന്ററിന് കൈമാറിയ വീൽചെയർ പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഏറ്റുവാങ്ങി. നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചറൽ ഫോറം ചെയർമാൻ ആന്റോ തൊറേൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ഭദ്രദീപം കൊളുത്തി അനുഗ്രഹ പ്രഭാഷണം നടത്തി. അനുമോദന സദസ്സ് താനീം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, മണപ്പുറം സമീക്ഷ വൈസ് ചെയർമാൻ MB സജീവൻ, KMCC സംസ്ഥാന ജോയിന്റ് കൺവീനർ MK ചന്ദ്രൻ, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ CT ജോസ് എന്നിവർ സംസാരിച്ചു. സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ, നിസാർ കുമ്മക്കണ്ടത്ത്, ഹരിദാസൻ ചെമ്മാപ്പള്ളി, ജഗദീഷ് വാളമുക്ക്, പോൾ പുലിക്കോട്ടിൽ, സിദ്ദിഖ് കൊളത്തേക്കാട്ട്, ഗീതാദാസ്, വില്ലി പട്ടത്താനം എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ ജീവിതം ഏത് സബ്ജക്റ്റ് എടുത്ത് പഠിക്കണം എന്നുള്ളത് ഇപ്പം എല്ലാ കുട്ടികളും നമ്മൾ ആദ്യമൊക്കെ രക്ഷിതാക്കൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ ഏത് വിഷയം പഠിപ്പിക്കണം അല്ലെങ്കിൽ ഏത് കോളേജിൽ ചേർക്കണം, എന്ത് പഠിക്കണം എന്നുള്ള രക്ഷിതാക്കളാണ് തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ കുട്ടികൾ തന്നെ തീരുമാനിക്കും. അവർ കൂട്ടുകാരുകളുമൊത്ത് ഏതാണ് തങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള വിഷയം അല്ലെങ്കിൽ ഏത് കോളേജിലാണ് പഠിക്കാൻ ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ സ്കൂളുകളിലാണെങ്കിൽ അവർ തന്നെ അത് തിരഞ്ഞെടുത്ത്
അതിന് വേണ്ട അപേക്ഷകളൊക്കെ കൊടുക്കലും അവർ തന്നെ ചെയ്യും. ആദ്യമൊക്കെ നമ്മൾ ഞങ്ങളുടെ കുട്ടികളെയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അവരുടെ ഒപ്പം പോയി അവർക്കുള്ള ഫോമുകൾ ഫില്ല് ചെയ്ത് കൊടുക്കലും എല്ലാ കാര്യങ്ങളും നമ്മൾ രക്ഷിതാക്കളാണ് ചെയ്തിരുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇപ്പോൾ കുട്ടികൾ തന്നെയാണ് അവർക്ക് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് കോളേജിലാണെന്നുള്ളത് അവർ തന്നെ തിരഞ്ഞെടുക്കുകയും അവർ തന്നെ ചേരാനുള്ള ഇപ്പോൾ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ഗൂഗിൾ പേ ചെയ്തുകൊണ്ട് അപ്പോൾ രക്ഷിതാക്കളുടെ ഒന്നും ഒരു ആവശ്യം അവിടെ വരുന്നില്ല. ലയൺസ് ക്ലബ്ബ് വലപ്പാട് എക്സൽ വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി ചേമാപ്പള്ളി ഫീനിക്സ് ലൈബ്രറിയിലേക്ക് 216 വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങൾ നൽകി. ജൂലൈ 1 തുടങ്ങിയ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള രണ്ടാമത്തെ പദ്ധതിയാണിത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടൊപ്പം അറിവിന്റെ വലിയ ലോകത്തേക്ക് പുസ്തകങ്ങൾ ഏറ്റവും വലിയ സമ്പത്ത് എന്ന ലക്ഷ്യവുമായാണ് ലയൺസ് ക്ലബ്ബ് വലപ്പാട് എക്സൽ പദ്ധതി നടപ്പാക്കുന്നത്. ഫിനിക്സ് ലൈബ്രറി ഹാളിൽ ചേർന്ന യോഗത്തിൽ ലയൺസ് ക്ലബ്ബ് സോൺ ചെയർമാൻ VS വ്യാസബാബു പുസ്തകങ്ങൾ ലൈബ്രറി സെക്രട്ടറി VK ചന്ദ്രന് കൈമാറി. ക്ലബ്ബ് സെക്രട്ടറി സുരേഷ് പട്ടാലി, ശില്പ ട്രീസ സെബാസ്റ്റ്യൻ, ആൻഡ്രൂസ്, ബാബു, ഷെമി, സതീഷ് എന്നിവർ സംസാരിച്ചു. ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജോർജ് ഡി ദാസ് ആണ്. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കണ്ടശാങ്കടവ് യൂണിറ്റ് കൺവെൻഷൻ നടത്തി. കണ്ടശാങ്കടവ് KPS മാളിൽ നടത്തിയ കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം തോമസ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. കണ്ടശാങ്കടവ് യൂണിറ്റ് പ്രസിഡന്റ് CI വർഗീസ് അധ്യക്ഷനായി. സെക്രട്ടറി VV ഷൺമുഖൻ, ട്രഷറർ MV സുധാകരൻ, ഏരിയ കമ്മിറ്റി അംഗം ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. മത്സര ഇനങ്ങളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ സമിതി ഏരിയ സെക്രട്ടറി KL ജോസ് ചടങ്ങിൽ ആദരിച്ചു. അതിൻ്റെ പോംവഴികളും എന്താണ് അതിൻ്റെ നല്ല രീതിയിലുള്ള നിർദ്ദേശങ്ങൾ തരാനായിട്ട് ഒക്കെ പ്രാപ്തിയുള്ളൊരു ലീഡർഷിപ്പാണ്. ഇപ്പോൾ മണലൂർ ഏരിയ, തൃശ്ശൂർ ജില്ലയിൽ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഏരിയയാണ്. അതിൽ കണ്ടശാങ്കടവ് ഒട്ടും ആവശ്യമല്ല. ഇപ്പോൾ ഇന്നിപ്പോൾ തൃത്തല്ലൂർ SKSSF സഹചാരി സെന്റർ, വാടനപ്പള്ളി ഒലീവ് ഹെൽത്ത് കെയർ പോളിക്ലിനിക്കിന്റെയും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ബ്രാഞ്ചിന്റെയും നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ടെസ്റ്റും ദന്തപരിശോധനയും നടത്തി. പഞ്ചായത്ത് അംഗം AT ഷബീർ അലി ഉദ്ഘാടനം ചെയ്തു. സഹചാരി സെന്റർ പ്രവർത്തകനായ മുഹമ്മദ് സാബിർ അധ്യക്ഷനായി. സഹചാരി സെന്റർ ജില്ലാ കോർഡിനേറ്റർ AA ജാബിർ, മുഹമ്മദിയ മദ്രസ കമ്മിറ്റി അംഗങ്ങളായ ഹനീഫ ഹാജി, അബ്ദുള്ള മോൻ, AA ഷജീർ, പ്രതാപൻ വാലത്ത് എന്നിവർ സംസാരിച്ചു. കേരള കർഷക സംഘം വാടനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി സ്പെഷ്യൽ കൺവെൻഷൻ നടത്തി. വാടനപ്പള്ളി EMS സാംസ്കാരിക നിലയത്തിൽ നടത്തിയ കൺവെൻഷൻ AIKS നാട്ടിക ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഗിരീഷ് മാത്തുകാട്ടിൽ അധ്യക്ഷനായി. സുരേഷ് മഠത്തിൽ, VP സാൽ, രജനി ബാബു, MB ബിജു, ശശികല ടീച്ചർ എന്നിവർ സംസാരിച്ചു. വടക്കേ ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളെ ഇളക്കിമറിച്ചു എന്നുള്ളതാണ് സത്യം. ഉത്തർപ്രദേശും രാജസ്ഥാനും പഞ്ചാബും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം 35 സീറ്റുകളാണ് BJPക്ക് നഷ്ടപ്പെട്ടത്. BJPയുടെ പല കേന്ദ്രമന്ത്രിമാരും അവിടെ പരാജയപ്പെട്ടു. കർഷക സമരം ഏറ്റവും ശക്തമായി നടന്ന പഞ്ചാബിൽ നിന്നൊരു MP പോലും BJPക്ക് ഇത്തവണ ലഭിച്ചില്ല. കർഷക സമരം ഉണ്ടായപ്പോൾ അതിന്റെ ഇടയിലേക്ക് വാഹനം കയറ്റി നിരവധി കർഷകരെ കൊന്നൊടുക്കിയ അജയ് മിശ്രയുടെ രാജിക്ക് വേണ്ടി AIKSന്റെ നേതൃത്വത്തിൽ രാജ്യത്താകമാനം നിരവധിയായ തുടർ പ്രക്ഷോഭങ്ങളും പിന്നീട് നടന്നു. വാടനപ്പള്ളി ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ചാറ്റേഡ് ഡേ സെലിബ്രേഷനും നടത്തി. ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ T ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് KV പ്രവീൺജിത്ത് അധ്യക്ഷനായി. പുതിയ ഭാരവാഹികളായ പ്രസിഡന്റ് ജയപ്രകാശ് ചക്കാമഠത്തിൽ, സെക്രട്ടറി KK മദനൻ, ട്രഷറർ KB സലീം, ലിയോ ക്ലബ്ബ് പ്രസിഡന്റ് പ്രയാഗ ജയപ്രകാശ്, സെക്രട്ടറി ആർദ്ര നന്ദൻ, ട്രഷറർ ആദിത് കൃഷ്ണ എന്നിവർ ചുമതലകൾ ഏറ്റെടുത്തു. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ സ്കൂളുകൾക്കും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ലയൺസ് ക്ലബ്ബ് മെമ്പർമാരുടെ മക്കൾക്കും ഉപഹാരങ്ങൾ നൽകി. ഡിസ്ട്രിക്ട് അഡ്വൈസർ TS ബാലകൃഷ്ണൻ, ഡിസ്ട്രിക്ട് GLT കോർഡിനേറ്റർ T ശങ്കരനാരായണൻ, റീജിയണൽ ചെയർപേഴ്സൺ MC മദനകുമാർ, സോൺ ചെയർപേഴ്സൺമാരായ PS ഉണ്ണികൃഷ്ണൻ, MM ദിനേശൻ, ഏരിയ ചെയർപേഴ്സൺ അമൃത ജയപ്രകാശ്, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പീതാംബരൻ രാരമ്പത്ത്, സെക്രട്ടറി KK മദനൻ, മെമ്പർമാരായ PB സുനിൽകുമാർ, CS ദേവരാജ്, ലിയോ, മെമ്പർമാരായ അഹല്യ സുധീഷ്, ആർദ്രാനന്ദൻ, അമീഷ സലീം എന്നിവർ സംസാരിച്ചു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വലിയ പ്രവർത്തനം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ദിസ് ഇയർ പ്രസിഡന്റ് നമുക്കറിയാം, നമുക്ക് ഇന്ന് വരെ
15 ലക്ഷം എന്നുള്ള മെജിക്കൽ ഫിഗേഴ്സിലേക്ക് നമുക്ക് നമ്മുടെ മെമ്പർഷിപ്പിനെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു വലിയ യജ്ഞം കഴിഞ്ഞ വർഷം ലാൻഡ് ഡോക്ടർ പാറ്റീഹിൽ തുടങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ്. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും കുടുംബശ്രീയും സംയുക്തമായി ഞാറ്റുവേല ചന്ത തുടങ്ങി. വാടനപ്പള്ളി ഭഗവതി ക്ഷേത്ര മൈതാനിയിൽ ആരംഭിച്ച ചന്ത KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷയായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, ജനപ്രതിനിധികളായ രന്യ ബിനീഷ്, AS സബിത്ത്, ഇബ്രാഹിം പടുവിങ്ങൽ എന്നിവർ സംസാരിച്ചു. ഡിജിറ്റൽ സംവിധാനമില്ലാത്ത കാലഘട്ടത്തിൽ നമ്മൾ ഈ കലണ്ടർ രൂപപ്പെടുത്തിയത് മലയാളം എന്ന് പറയുന്ന 27 നാളുകളെ ആസ്പദമാക്കി. സൂര്യൻ ഒരു നാളിൽ വന്നു നിൽക്കുന്ന കാലാവധിയാണ് 13 മുതൽ 14 വരെയുള്ള ദിവസം. ആ ദിവസത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് 365 ദിവസം എന്ന് പറയുന്ന ഒരു വർഷത്തെ കലണ്ടർ രൂപത്തിൽ 27 നാള് അശ്വതി എന്ന് പറയുന്ന ഏപ്രിൽ മാസം തുടങ്ങുന്ന ആദ്യത്തെ മാസം മുതൽ 27 നാളുകളിലായിട്ട് 360 ദിവസത്തെ ക്രമപ്പെടുത്തിക്കൊണ്ടാണ് ഞാറ്റുവേല രൂപപ്പെടുത്തിയത്. തൃപ്രയാർ ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ സാജു ആന്റണി പാത്താടൻ ഇൻസ്റ്റലേഷൻ ചടങ്ങ് നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ആന്റണി സേവ്യർ അധ്യക്ഷനായി. റീജിയണൽ ചെയർപേഴ്സൺ ആനി ജോസഫ്, VS വ്യാസബാബു, VS പ്രസന്നൻ, ഏകലവ്യൻ, CR ഗണേഷ് എന്നിവർ സംസാരിച്ചു. എല്ലാ ബോർഡ് ഡയറക്ടർ മെമ്പർമാരെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. സാനി ജോസഫിനെ പ്രസിഡന്റായും CR ഗണേഷിനെ സെക്രട്ടറിയായും K ജ്യോതി തോമസിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. Respect the goodness in you, divine in you, Godhood in you. This is one of the best Indian salutation. We the lions of India, around the 300,000 lions of India, are trying our level best to popularize globally. And even when we went to Melbourne this 2 weeks back, we tried there also to popularize Namaste by explaining the meaning also. People were very happy to accept that and say Namaste. So let us all together say Namaste. Namaste. Thank you, may God bless you. First of all, let me begin with sincerely congratulating the team headed by Lion Anthony Xavier, Lion Ramachandran, Lion Lekha Pulikan, and of course each and every member of this club, having 103 members and 47 years of great service in this district. കണ്ടശങ്ങടവ് സെന്റ് മേരീസ് നേറ്റിവിറ്റി ഫൊറോന പള്ളിയിൽ പ്രവർത്തിച്ചു വരുന്ന സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് ഫൊറോന പള്ളി വികാരി ഫാദർ ജോസ് ചാലക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ പൊന്നാരി എന്നിവർ നേതൃത്വം നൽകി. ഞായറാഴ്ച നടന്ന ഊട്ടുതിരുനാളിൽ 2000-ഓളം വിശ്വാസികൾ പങ്കെടുത്തു. തിരുനാൾ ആഘോഷങ്ങൾക്ക് സൊസൈറ്റി പ്രസിഡന്റ് സണ്ണി ജോസഫ്, മറ്റ് ഭാരവാഹികൾ, സൊസൈറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. അങ്ങയുടെ പൈതൃക പരിപാലനയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പ്രത്യേകമായിട്ട് വിശുദ്ധ വിൻസെന്റ് പോളിന്റെ തിരുനാളോടനുബന്ധിച്ച് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ ഭക്ഷ്യപദാർത്ഥങ്ങളെയും പ്രത്യേകമായിട്ട് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. കരയാമുട്ടം വോൾഗ സെന്ററിന് വടക്ക് വന്നേരി കുട്ടന്റെ മകൻ രാമചന്ദ്രൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. പ്രമീളയാണ് ഭാര്യ. സ്നേഹ, അഖില എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണലൂർ ആനക്കാട് പൊതുശ്മശാന റോഡ് തകർന്നു. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു.
ജനവാസ കേന്ദ്രത്തിൽ ഭീഷണിയായി ഭീമൻ കടന്നൽക്കൂട്. എടമുട്ടം ബീച്ച് റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെ ചെവിയിൽ ചെമ്പരത്തിപ്പൂ വെച്ച കോൺഗ്രസ് പ്രതിഷേധം. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.